എല്ലാവർക്കും ലിസാസ് ടൈലറിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൺസീൽഡ് സിബ് അല്ലെങ്കിൽ സീക്രട്ട് സിബ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് വെക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ അടിച്ച് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ അടിച്ചാലാണ് നമുക്കിത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ തുമ്പ് ഭാഗം ഇങ്ങനെ തന്നെ നിൽക്കണം, എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ അത് വെക്കാൻ പോവാണ്. വേറെ കളർ എടുത്തത് നിങ്ങൾക്ക് കാണാനും വേണ്ടിയിട്ടാണ്. നൂലും ഞാൻ വെള്ള നൂല് കൊണ്ടാണ് അടിക്കുന്നത്, കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണല്ലോ നമ്മൾ ഇതുമ്മ വെക്കുക. അപ്പോൾ അത് ഇങ്ങനെ മറച്ചിട്ട് വേണം വെച്ച് തുടങ്ങാൻ. അപ്പോൾ ഇതിൻ്റെ ഈ അറ്റത്തുനിന്ന് ഇത് വെക്കാട്ടോ. കുറച്ച് ഇങ്ങനെ കയറ്റി ഇടുന്നുണ്ട്. കയറ്റിയിടാന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു 4 ഇഞ്ചാണ് നിങ്ങൾ കയറ്റിയിടണേന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര തന്നെ അപ്പുറത്തും വരണണ്ട. ഇതിങ്ങനെ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഒപ്പം വെച്ചിട്ട് ഒരടി ആദ്യം കൊടുക്കണം. ഇങ്ങനെ നിർത്തി തുമ്പത്തൊന്നും അടിക്കണില്ല, ഇങ്ങോട്ട് നീക്കിയിട്ടാണ് കേട്ടോ ഈ അടിപ്പടിക്കണേ. ഇവിടം വരെ എത്തുമ്പോൾ നമ്മൾ ഇതിങ്ങനെ നിവർത്തൂലോ, ആ ഗ്യാപ്പ് ഇങ്ങോട്ട് നീക്കിയിട്ട് വേണം ഇത് വെക്കാൻ. നിവർത്തുമ്പോൾ ഒന്നും കൂടി മറ്റത്തേക്ക് വരും. ഇതടിച്ചു കഴിഞ്ഞാൽ അടുത്ത അടുപ്പാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഫിക്സ് ആയില്ല. അപ്പോൾ നമുക്ക് ഇത് അടുത്ത അടുപ്പ് അടിക്കുമ്പോൾ ഇതിങ്ങനെ നിർത്തിയിട്ട് അറ്റത്തേക്ക് നീക്കി വെക്കാം. അതിന് മുമ്പ് ഈ ഫുട്ട് മാറ്റണം കേട്ടോ. 1 സൈഡ് ഫുട്ട് ഇടണം, എന്നിട്ട് വേണം ഇത് ചെയ്യാൻ. അങ്ങനെ നിർത്തിയിട്ട് പരമാവധി നമുക്ക് ഇങ്ങോട്ട് കയറ്റി അടിക്കാൻ പറ്റണ പോലെ അടിക്കാം. ഇത്രയും വരെ അടിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഇനി അടിക്കാനാണ് പാട്. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതിങ്ങനെ കുറച്ചിങ്ങനെ കയറ്റുക. ഇതിങ്ങനെ കയറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കറക്റ്റിൽ ഇതിങ്ങനെ വെക്കട്ടാ. വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടിക്കണ ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് ഒരു അടയാളം ഇടുമേ. ഈ അടയാളം തന്നെ ഈ അടിയിലേക്കും വരണം. ഈ അടയാളം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സിബ് ഇങ്ങനെ ഊരണം. എന്നിട്ട് നമ്മൾ ഈ അടയാളങ്ങൾ രണ്ടും ഒപ്പം വെച്ചിട്ട് വേണം അടിച്ചു തുടങ്ങാൻ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ പിന്നെ സിബ് ഇങ്ങോട്ട് കയറ്റുമ്പോൾ വ്യത്യാസം വരും. ഇത് രണ്ടും ഒപ്പം വെച്ചിട്ട് നേരത്തെ അടിച്ച പോലെ തന്നെ കുറച്ച് നീക്കിയിട്ട് ഒരടി കൊടുക്കാം. പിന്നെ അടിച്ചു വരുമ്പോൾ നമ്മൾ നോക്കണം, ഇവിടെ നമ്മൾ ഒരു 4 ഇഞ്ച് ഇതിൽ ഇത്തിരി കൂടുതൽ കയറ്റിയുണ്ട്, അത്ര തന്നെ ഇവിടെയും വരണം ബാക്കി. ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തടി ഇതുപോലെ ഇതിങ്ങനെ നിവർത്തിയിട്ട് അടിക്കുക. നിവർത്തിയിട്ട് നേരത്തെ അപ്പുറത്തെ ഭാഗം അടിച്ച പോലെ തന്നെ പരമാവധി കയറ്റി അടിക്കുക. ഇപ്പം ഞാൻ ഈ അടിച്ചടി നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി വേണമെങ്കിൽ അടിക്കാം, ഇവിടെയും ഒരു പ്രാവശ്യം കൊണ്ട് ഉള്ളിൽ അടിക്കാം. അതിങ്ങനെ പെട്ടെന്ന് വിട്ടു പോയാങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. സിബ് നിങ്ങളുടെ കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അങ്ങോട്ട് ഇറക്കാൻ പറ്റില്ല. ഇപ്പം ഇതിങ്ങനെ കയറ്റാണ്. കയറ്റി കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടാ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നേക്കണല്ലോ, അവിടെ ചുളിച്ചലൊന്നും ഇല്ലാണ്ട്. ഇവിടെ നമ്മൾ അടിച്ചു വരുമ്പോഴേ ഈ ഭാഗം ഇങ്ങനെ ചുളിഞ്ഞു വരും ചിലവർക്ക്. അപ്പം അത് വരാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് ചെയ്യാനെന്നത്. ഇതാണ് കൺസീൽഡ് സിബ് നോക്കിയത്. ഇപ്പോൾ സെയിം കളറാകുമ്പോൾ നമുക്കൊരു തരി പോലും കാണില്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വേറെ കളർ എടുത്തതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.